ദേവി നല്ല വെളുത്ത കുട്ടിയും കൃഷ്ണനാണെങ്കിൽ നല്ല വെളുത്ത സുന്ദരനുമാണ്. ആണോ? പുട്ടും കടലും പോലെയാണ്. ഒരാൾ നല്ല കറുപ്പും ഒരാൾ നല്ല വെളുത്തും. ഇതൊക്കെ കൃഷ്ണനെ പൊടുത്തി പറഞ്ഞു. കൃഷ്ണനാണെങ്കിൽ എല്ലാവർക്കും ഓരോ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ പ്രതിശ്രുത വരൻ വരുന്നുണ്ട്. ആര്? ശിശുപാലൻ. ശിശുപാലന്റെ വരവ് രസമായിരുന്നു. ജരാസന്ധൻ എന്ന് പറഞ്ഞാളുടെ കൈ പിടിച്ചിട്ടാണ് വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ, മിണ്ടാതിരിക്കട, നമ്മളൊക്കെ ഇല്ലേ നിന്റെ കൂടെ. പിന്നെയും ചോദിക്കും, വല്ല പ്രശ്നം ഉണ്ടാവുമോ? മിണ്ടാതിരിക്കട, ഞങ്ങളില്ലേ കൂടെ. അല്ല എന്നാലും മിണ്ടാതിരിക്കട നീ എന്നാലും എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ലല്ലോ. ഈ കുഴപ്പമുണ്ടാവില്ലല്ലോ എന്ന ചിന്തയിലാണ് ആര് വരുന്നത്. അങ്ങനെ അയാളെയും പിടിച്ചിരുത്തി അവിടെ. ഇനിയിപ്പോൾ ദേവിയെ ഒരുക്കുകയാണ്. അന്നുകൊണ്ട് ബ്യൂട്ടീഷ്യന്മാരൊക്കെ അവരിങ്ങനെ ദേവിയെ ഒരുക്കുന്ന സമയത്ത് ദേവി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്യൂട്ടീഷ്യന്മാർ പറഞ്ഞു, ദേവി ഞങ്ങൾക്കത് വെച്ച് പിടിപ്പിച്ച് മതിയേ. കാരണം ദേവി കരയുമ്പോൾ ഇതൊക്കെ ഇളകി പോവുക. അതുകൊണ്ട് ദേവി അവർ വിചാരിച്ചത് അച്ഛനും അമ്മയൊക്കെ വിട്ടുപിരിയാനുള്ള ഒരു സങ്കടം കൊണ്ട് കരയാണ്. അപ്പം ദേവിയോട് പറഞ്ഞു, ഇതൊക്കെ ശരിയാവും ദേവി, കല്യാണം കഴിഞ്ഞാൽ ഒക്കെ ശരിയാവും. അപ്പോൾ ദേവി പറഞ്ഞു, അച്ഛനെയും അമ്മയും വിട്ടുപിരിയാനുള്ള സങ്കടമല്ല, പിന്നെയോ ഞാൻ കരയുന്നത് ഒരു മന്ത്രം മനസ്സിൽ ചൊല്ലുകയാണത്ര. എന്താ മന്ത്രം? ശിശുപാല പോ പോ, ഗോപാല വാ വാ. എന്താ മന്ത്രം? ഈ കർക്കിടക മാസമൊക്കെ നിങ്ങളിങ്ങനെ പറയാറില്ലേ? ഏത്? ചേട്ട ഭഗവതി പോ പോ ശ്രീ, ഇങ്ങനെ പറയാറുണ്ട്. ഇവിടെ ഈ നാട്ടിലില്ല. അത് ഉണ്ടോ? ഈ നാട്ടിലില്ല. പണ്ട് കാലത്തൊക്കെ കർക്കിടകത്തിലൊക്കെ ആളുകൾ ചെയ്യുന്നു. അതായത് ചേട്ടാ ഭഗവതിയെ പുറത്താക്കും, ശ്രീ ഭഗവതിയെ വരവേൽക്കും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പഴയ കാലത്ത്. ഏതായാലും ഇവിടെ ദേവി പറയാണ്, എന്ത്? ആര് പോ പോ? അവരൊക്കെ പറയൂ, ശിശുപാല പോ പോ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സങ്കടം. ശിശുപാലൻ പോയില്ലേ, ഗോപാലൻ വരില്ലേ? കാരണം ബ്രാഹ്മണൻ വന്നൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ദേവി പറയുമ്പോൾ ദേവിയുടെ ഇടത്ത് കണ്ണൊന്ന് തുടിച്ചു. ഇടത്തെ കണ്ണ് സ്ത്രീകൾക്ക് ഒന്ന് കണ്ണ് തുടിക്കുന്നത് നല്ല ലക്ഷണമാണ് പറയാ. ആണോ? ഇല്ല, എങ്ങനെ പറയാല്ലേ? വലത് കണ്ണ് ആണുങ്ങൾക്കും ഇടത് കണ്ണ് സ്ത്രീകൾക്കും. പക്ഷെ 50 വയസ്സ് കഴിഞ്ഞിട്ട് തുടിച്ചാൽ കാട്ടോ. ഡോക്ടറെ കണ്ടില്ലേ പിന്നെ 2 ഭർത്താവ് ഉണ്ടാവും വീട്ടില്. മനസ്സിലായില്ലേ? 4 മക്കള്, 2 ഭർത്താവ്. കാരണം ഒന്നായ നിന്നെ ഈ കണ്ണ് രണ്ടാണ് കാഴ്ച തരും. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് നല്ല ലക്ഷണമെന്ന് പറഞ്ഞിരിക്കരുത് എപ്പോഴും. ഇന്ന് ഡോക്ടറെ അടുത്ത് ചെക്ക് ചെയ്യണം. ദേവി ആ കണ്ണ് തുടിച്ചതും നോക്കുന്നത് ബ്രാഹ്മണൻ വരുന്നതാണ് കാണുന്നത്. സന്തോഷം കൊണ്ട് മതി പറഞ്ഞു. ആ ബ്രാഹ്മണന്റെ മുഖത്താണെങ്കിൽ ഒരു പുഞ്ചിരിയുണ്ട്. അപ്പം അതിനർത്ഥം ഓപ്പറേഷൻ സക്സസ് അല്ലേ. ദേവിക്ക് അങ്ങോട്ട് രോമാഞ്ചം വന്നു. കൽക്കൽ പോയി വീണു. ബ്രാഹ്മണൻ പറഞ്ഞു, ദേവി പേടിക്കണ്ട, സത്യം ച ഉക്തവചനം ആത്മോപനയനം പ്രതി. കൃഷ്ണൻ വന്നിരിക്കണോ ദേവിയെ കൊണ്ടുപോകാനായിട്ട്. ദേവി മേക്കപ്പുകാരോടാണോ വെച്ച് പൂജിക്കണോ? കാരണം ഇപ്പോ ശിശുപാലൻ ഔട്ട്. ഇപ്പൊ ആരാ കൂടെ ഉള്ളത്? ഇനിയിപ്പോ ഗോപാലൻ എന്ന് കിട്ടിയാൽ മതി. അങ്ങനെ കുലദേവി യാത്ര പുറപ്പെട്ടു. വളരെ ഗംഭീരമായ വാദ്യമേള ഘോഷയാത്ര. ആ ദേവീ ക്ഷേത്രത്തിലെത്തിയതും ദേവി ഹൃദയം അർപ്പിച്ചുകൊണ്ട് പാർവതീ ദേവിയോട് പറയാണ്, നമസ്തേ ത്വാംബികേ വിഷ്ണം സ്വസന്താനയുതാം ശിവാം ഭൂയാൽ പതിർമേ ഭഗവൻ കൃഷ്ണസ്തനുമോദതം. എന്നും കൃഷ്ണൻ്റെതായിത്തീരാൻ, എന്നും കൃഷ്ണനെ സേവിക്കാൻ, എന്നും കൃഷ്ണ സ്മരണയിലിരിക്കാൻ അതിന് ഭാഗ്യം തരൂ ദേവി, വേറൊന്നും ആഗ്രഹമില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ നമ്മൾ അവര് തിരിച്ചു വരികയാണ്. അപ്പം മാല, വസ്ത്രം, ഇതൊക്കെ ആയിട്ടാണ് വരുന്നത്. അതാണ് ഈ കല്യാണത്തിന്റെ മാലയും വസ്ത്രമൊക്കെ പൂജിക്കുന്നത്. അങ്ങനെ അവർ പുറപ്പെടും. അങ്ങനെ പറഞ്ഞ ഒരു സ്പോട്ടിലെത്തി. ആ സ്പോട്ടിലെത്തിയാൽ ദേവി പറഞ്ഞത്, ഞാൻ കൃഷ്ണന് സിഗ്നൽ തരുന്ന. ഈ ദേവി എന്ത് ചെയ്തു? അവിടെ അങ്ങനെ കൊട്ടും മേളൊക്കെ നടക്കുമ്പോൾ തോഴിയോട് പറഞ്ഞു, ഒരു നിമിഷം നിൽക്കൂ, എൻ്റെ കണ്ണിലെന്തോ കരടെന്തോ പോയി ദേവി, ഒന്ന് ഊതിത്തരൂ. ഒരു കരടും പോയിട്ടില്ല. തോഴി സത്യമാണെന്നൊക്കെ വിചാരിച്ച കണ്ണിൽ ഊതുമ്പോൾ നോക്കുകയാണ് എവിടെയാ നമ്മുടെ പാർട്ടി. കൃഷ്ണനെ കണ്ടതും കൈകൊണ്ട് കണ്ണുകൊണ്ടൊക്കെ ഒറ്റ വിളി, കണ്ണ് കാണിക്കല്. കൃഷ്ണൻ അവിടുന്ന് ആ തിരക്കിനിടയിൽ സുന്ദരി എന്നും പറഞ്ഞൊരു ചാട്ടം, ശംഖം വിളിച്ചപ്പോഴേക്കും ഒരു ചാട്ടം നേരെ ആ ദേവിയുടെ അടുത്തെത്തുന്നതും
ദേവി അങ്ങോട്ട് പൊക്കിയെടുത്തുകൊണ്ട് ഓടുകയാണ് കൃഷ്ണൻ. രഥത്തിലിരുത്തുന്നു, കടിഞ്ഞാൻ പിടിക്കുന്നു, കുതിര വണ്ടി ഓടിക്കുന്നു. അപ്പൊ പുറകുന്ന ഒരാള് അയ്യോ ആരായിരിക്കണം? ശിശുപാലൻ. ഇങ്ങനെയാണ് മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞ കഥ വന്നത്. ശിശുപാലനും കൂട്ടരും നാണം കെട്ടു. അപ്പോഴേക്കും രുക്മിണി അവിടെ നിന്ന് ഇളകി. എൻ്റെ സമ്മതമില്ലാതെ അവൻ വന്ന് അപഹരിച്ചു. എന്നാൽ കൃഷ്ണനെ ഞാൻ ഇനി വധിച്ചേ ഇങ്ങോട്ട് വരുള്ളൂ, രുക്മിണിയെ ഞാൻ കൊണ്ടുവരും, കൃഷ്ണനോട് യുദ്ധത്തിന്. അങ്ങനെ ഒരു വശത്തെ രുക്മിണി കൃഷ്ണനോട് യുദ്ധം, വേറൊരു വശത്ത് ജരാസന്ധൻ ബലരാമസ്വാമിയോട് യുദ്ധം. ജരാസന്ധനെയൊക്കെ ബലരാമസ്വാമി തോൽപ്പിച്ചു. ആ സമയത്ത് ജരാസന്ധനെ ഇവിടുന്ന് ഒരു തുണിയൊക്കെ സംഘടിപ്പിച്ചു. അതെന്തിനാ വെച്ചാൽ ശിശുപാലൻ്റെ തലയിൽ വയ്ക്കാൻ. പോകുമ്പോൾ ഇനി ആരും കാണരുതല്ലോ, കാരണം പെണ്ണ് കെട്ടാൻ ഞെളിഞ്ഞു വന്നതാണ്. തിരിഞ്ഞു പോകുമ്പോൾ അങ്ങനെ പോയാൽ ആൾക്കാർ കളിയാക്കില്ലേ. അപ്പം ഇനി ആരും കാണണ്ടെന്ന് വെച്ചിട്ട് ഇവനെ പൊതിപ്പിച്ചു കൊണ്ടുപോയി. അങ്ങനെ ശിശുപാലനെ കൊണ്ടുപോയി. വേറെ വശത്ത് രുക്മിയും കൃഷ്ണനും യുദ്ധത്തിൽ. കൃഷ്ണൻ രുക്മിയെ പിടിച്ചു കെട്ടി വാളക്കെടുത്ത് ഓങ്ങുമ്പോഴാണ് രുക്മിണി ദേവി ഇറങ്ങി വന്നിട്ട് പറഞ്ഞത്, കൃഷ്ണ, കല്യാണത്തിൻ്റെ നല്ല ദിവസം തന്നെ എൻ്റെ ബ്രദറിൻ്റെ തല വെട്ടണം. ആളൊരു പൊട്ടനാണ്, വിവരല്ലേ, വെറുതെ ഒരു പൊട്ട വാശിക്കൊക്കെ പറഞ്ഞാണ്. അതുകൊണ്ട് ഒന്ന് ഉപദ്രവിക്കണ്ട, വിട്ടോളൂ. ഭഗവാൻ ദേവി പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിച്ചു. കാരണം ഭഗവാന് മനസ്സിലായി, ഒരു കല്യാണ ജീവിതം മര്യാദയ്ക്ക് കൊണ്ടു നടക്കണമെങ്കിൽ ഭാര്യ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ പിന്നെ കുടുംബത്തിലധികം നിൽക്കേണ്ടി വരില്ല, സമാധാനത്തോടുകൂടി നിൽക്കേണ്ടി വരില്ല. ആ രുക്മിയെ ഭഗവാൻ മുടി മാത്രം മുറിച്ചെടുത്ത് വാളെല്ലാം വഴിയിലിട്ട് രുക്മിയെ വിട്ടു. അങ്ങനെ അവർ ദ്വാരകയിലെത്തി. ആ ദ്വാരകയിൽ വെച്ച് എല്ലാ മഹാന്മാരുടെയും ഋഷിവര്യന്മാരുടെയും സമക്ഷത്തിൽ കൃഷ്ണൻ രുക്മിണി ദേവിയെ സ്വീകരിക്കുന്ന ചടങ്ങാണ് രുക്മിണി സ്വയംവരം. നമ്മുടെ ഇനി സ്വയംവരത്തിലേക്ക് കിടക്കുകയാണ്. ഏവം ഭഗവതാ തന്മേ രാമേണ പ്രതിബോധിത വൈമനസ്യം പരിത്യജ്യ മനോബുദ്ധ്യാ സമാദതേ പ്രാണാവശേഷ ഉച്ഛൃഷ്ടോ ദിർഹതബലപ്രഭാ സ്മരൻ വിരൂപകരണം വിദതാത്മമനോരഥ ചക്രേ ഭോജകടം നാമ നിവാസായ മഹത്പുരം അഹത്വാ ദുർമതിം കൃഷ്ണം അപ്രത്യോഹ്യയവീയസിൻ കുണ്ഡിനം ന പ്രവേക്ഷ്യാമി ഇത്യുക്താ തത്രാവസൽലുഷാം ഭഗവാൻ ഭീഷ്മകസുതാം ഏവം നിർജിത്യ ഭൂമിപാൻ പുരമാനീയ വിധിവൽ ഭഗവാൻ ഭീഷ്മകസുതാം ഏവം നിർജിത്യ ഭൂമിപാൻ പുരമാനീയ വിധിവൽ ഉപയേമേ പുരുഷഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.
മഹോത്സവോ ഗൃഹാം ഗൃഹേ ഗൃഹേ ഭൂതജ്ഞപാവാനം കൃഷ്ണേ ഗപതോ നൃപ നരാധാര്യശ്ച മുദിതാ പ്രമിഷ്ടമണികുണ്ടലാം പാരിമുഖമുഖാചോ പരയോ ചിത്രവാസസോ സാ വൃഷ്ണിവര്യോത്വേന്ദ്രകേതുഭി വിചിത്രമാല്യാഭരരത്നതോരണൈ പ്രതിദ്വാരിഗുപ്തമംഗളൈ ആപൂർണപുങ്കാവരതൂപദീപകൈ ശക്തമാർക്കാമച്ചുഭി आहूतप्रेष्ठभूभुजां गदेद्वासुभरामृष्ट रम्भा पूगोपशोभिता कुरु सञ्जयगैगेय विदर्भयदुकुन्दयां ओ मुदिरे तस्मान् सम्भ्रमल्परिताप रुक्मिण्याहरणं सुत्वा गीयमानं ततस्तदां राजानो राजकन्यांश्च भूभुर्वृषविस्मिता द्वारकाया बभूराजन् महामोदपुरोगसं रुक्मिण्यारमयोपेदं दृष्ट्वा कृष्णं श्रियपतिं द्वारकाया अभूराजन् महामोदपुरौकसं रुक्मिण्यारमयोपेदं दृष्ट्वा कृष्णं श्रियपतिं रुक्मिण्या रमयोपेदं दृष्ट्वा कृष्णं श्रियपतिं दृष्ट्वा कृष्णं श्रियपतिम्
എല്ലാവരും ഉറക്കെ ചൊല്ലണം, ഏറ്റു ചൊല്ലണം, നല്ല ഉച്ചത്തിൽ ചൊല്ലണം, കൈ മുകളിലേക്ക് അടിച്ചു വേണം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, 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 വളരെ ശബ്ദം, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. മംഗളം മംഗളം ലോകനാഥേ, മംഗളം മംഗളം മാരുതേച്ച, മംഗളം നേരത്തെ രണ്ടുപേർക്കും, മംഗളമേവർക്കും നേർന്നേരട്ടെ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. മന്മഥ മന്മഥൻ മാരുതേശൻ, കൺമണിയാകിയ രുക്മിണിയെ സമ്മോദം വേണി കഴിച്ചുവാനോ, ചെമ്മേ ഞാൻ മംഗളം നേർന്നിടട്ടെ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, പുറകിലുള്ളവർക്ക് പാടുക. ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. വൈദഗ്ധ്യേ രുക്മിണി തമ്പുരാട്ടി, വൈദഗ്ധ്യം കാണിച്ചു വേണ്ട പോലെ, കൈവല്യദാതവം നന്ദജനേ കൈവരിച്ചെന്നതു ഭാഗ്യമായി. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. പുണ്യം നീയാർജിച്ചോ 100 ജന്മം, പുണ്യപുഞ്ചത്തിങ്കൽ മാല ചാത്താൻ, പുണ്യവും പുണ്യവും സമ്മേളിച്ചു, പുണ്യമൂലകിലുയർന്നിടട്ടെ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, ശബ്ദം, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ദുർഗാചരണത്തെ സേവിച്ചപ്പോൾ ദുർഘടം തീർത്ഥം രുക്മിണിക്ക്, ദുഃഖവിനാശന കാർവണ്ണന്റെ കണ്ഠജായ പദത്തെ നൽകി. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. പ്രേമത്തോടൊന്നു വിളിച്ചെന്നാകിൽ ആമയം തീർക്കുവാൻ കൃഷ്ണനെത്തും, പാദം പീഡിച്ചു കരയുന്നോരേ പാടി പീഡിച്ചവൻ പാലിച്ചിടും. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, ശബ്ദം ശബ്ദം, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. എത്ര ശിശുപാലരുണ്ടായാലും, എത്രയോ രുക്മിമാർ നേരിട്ടാലും, അത്ര ഭഗവതി കാരുണ്യത്താൽ ത്രിലോകത്തിൽ ജയിക്കുമ
വാരും. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. അമ്മ കനിഞ്ഞെന്നാൽ സജ്ജനങ്ങൾ അഞ്ജസാവന്നീടും പാലിച്ചിടാൻ നമ്മുടെ സുന്ദര ബ്രാഹ്മണനെ അമ്മ വരുത്തിയയച്ചതല്ലേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. പുത്തനായി തീർത്തോരു ദ്വാരകയിൽ ആത്മബോധം നടുമുറ്റത്തായി ഉത്തമ സ്ത്രീകൾ വിധിച്ച പോലെ രുക്മിണിയെ കൂടി വച്ചു ഭാഗ്യം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. അരപ്പുവക്കില എന്നിവയും ആനന്ദം ചേർന്നുള്ള മേളങ്ങളും ആനന്ദം നന്ദന കൊട്ടാരത്തിൽ ആഘോഷിക്കപ്പെട്ടു എന്ന പോലെ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. വേദജ്ഞാനോദിയ വെളിയുത്തും പാവനമന്ദവി പൂജാതിയും എന്നല്ല സത്യയും സമ്മാനവും ഒട്ടും വിവരിപ്പാനുണ്ടാകാം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. അന്യുനമത്യന്ത പ്രേമത്തോടും മഞ്ഞുന സല്ലാപലീലയോടും ധന്യസുതുള്ള പദാമത്യത്തെ മഞ്ഞിലരഭനത്തിച്ചുവനാൾ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ 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 ജയ കൃഷ്ണ ഹരേ 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 കൃഷ്ണ ഹരേ ഓക്കെ ഓക്കെ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ 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 ജയ
ഇന്ന് ഈ രുക്മിണി സ്വയംവരത്തെ അതിഗംഭീരമാക്കിയ ഇവിടെ തകിലും അതുപോലെ നാദസ്വരവും വായിച്ച കലാകാരന്മാർക്ക് നല്ലൊരു അഭിനന്ദനം. അവർ കണ്ണൂർക്കാർ തന്നെയാണ്. അതേപോലെ തന്നെ ഇന്ന് രുക്മിണി എടുത്ത മോൾക്ക് നല്ലൊരു അഭിനന്ദനം. ഇന്ന് രുക്മിണി സ്വയംവരത്തിനെ ധന്യമാക്കുന്ന വിധത്തിൽ അതിൻ്റെ പ്രത്യക്ഷ ആ ഒരു പ്രോഗ്രാം നമുക്ക് അത് സാധ്യമാക്കി തീർത്ത രണ്ടുപേർക്കും നല്ലൊരു കയ്യടി. നാളെ ഇവരെ വീണ്ടും നിങ്ങളിവിടെ കാണും. അതുപോലെ തന്നെ ബ്രാഹ്മണനെയും നാളെ കാണും. നാളെ കൂടുതൽ വിശദമായിട്ട് നമുക്കവരെ പരിചയപ്പെടാം. നാളെ കുചേലൻ ഇവിടെ വരുമ്പോൾ ഈ കുട്ടികളൊക്കെ രുക്മിണിയും കൃഷ്ണനുമൊക്കെ ആയിട്ട് അതിഗംഭീരമായിട്ട് നാളെയും ഇവിടെ കാണും. ഇന്ന് ഇത്ര ധന്യമായി നമുക്ക് ഈ രുക്മിണി സ്വയംവരം ഒരുക്കി തന്ന ഇതിൻ്റെ സംഘാടകർക്കും പ്രകൃതി പോലും നമ്മളെ അനുഗ്രഹിച്ചു എന്നതാണ്. നമുക്ക് നിങ്ങൾ ഇത്രയും മഴയൊക്കെ ഉണ്ടായാലും അതൊക്കെ ഒന്ന് മാറി തന്നു. ആ ദേവിയുടെ ചൈതന്യത്തിന് മുമ്പിൽ സാക്ഷാത് നമിക്കുകയാണ്. ഇപ്പം എന്തിനാണ് നമ്മൾ ഈ രുക്മിണി സ്വയംവരം ആഘോഷിക്കുന്നത്? ഇവിടെ പങ്കെടുത്ത കുട്ടികൾക്കെല്ലാം നല്ല ഒരു സ്വഭാവ സംസ്കാരമുള്ള, വിദ്യാഭ്യാസവും സമ്പത്തും ഒക്കെ ഉണ്ടെങ്കിലും സ്വഭാവ സംസ്കാരമുള്ള, ഒരു ഉത്തരവാദിത്വമുള്ള, മറ്റൊരാളെ കൈപിടിച്ചുയർത്തുന്ന, നയിക്കുന്ന ഒരു സംസ്കാര സമ്പന്നന്മാരായ ഭർത്താക്കന്മാരെ ഇവർക്കെല്ലാം പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും കിട്ടട്ടെ. നമ്മൾ ഈ രുക്മിണി സ്വയംവരം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതം മംഗളമാവണം എന്ന് ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ഉള്ളിൽ വലിയൊരു തത്വമുണ്ട്. ഞാൻ പറഞ്ഞു, ഏത് കഥയിലും ഒരു തത്വമുണ്ട്, മറക്കരുത്. ഇവിടെ ഭീഷ്മകൻ എന്ന് പറയുന്ന ശരീരമാണ്. 5 ആൺമക്കൾ നമ്മുടെ 5 ഇന്ദ്രിയങ്ങളാണ്. രുക്മിണി നമ്മുടെ മനസ്സാണ്. കൃഷ്ണൻ നമ്മുടെ പരമാത്മാവാണ്, ബോധമാണ്. അപ്പം മനസ്സും പരമാത്മാവും തമ്മിലുള്ള കല്യാണം അത് നടക്കണമെങ്കിൽ ഒരു ബ്രാഹ്മണൻ, ഗുരു വേണം. അപ്പം അതാണ് ഇവിടെ ബ്രാഹ്മണൻ വന്ന് രണ്ടുപേരെയും ചേർക്കുന്നത്. അപ്പം ഇവിടെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ് ഈ വിവാഹം നടക്കുന്നത്. നിങ്ങളറിയാതെ ആ വിവാഹം നടക്കുകയാണ്. മനസ്സും ഭഗവാനും തമ്മിലുള്ളൊരു വിവാഹം. അതൊക്കെ നമ്മൾ പാട്ടിൽ കേട്ടിട്ടുണ്ട്. മനസ്സും തരാം, കളഭം തരാം ഭഗവാനെ. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കട്ടെ. ഇപ്പം നാളെ നമുക്ക് ഇനിയും കൃഷ്ണൻ്റെ കല്യാണമുണ്ട്. നാളെ നമുക്ക് ജീവിതത്തിൽ ഏറെ ധന്യത വരുത്തുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജീവിതത്തിലെ അതിഗംഭീരങ്ങളായ ഭാഗങ്ങളാണ്. നാളെ നിങ്ങളെല്ലാവരും വരണം. ഒരു ഫാമിലി കൗൺസിലിംഗ് കൃഷ്ണൻ രുക്മിണിയോടൊപ്പം ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. ഒരു വിവാഹ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ, കുടുംബജീവിതത്തിൽ ചില താളപ്പിഴകൾ ഉണ്ടാകുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കേണ്ട, ഗൈഡ് ചെയ്യേണ്ട ചില നിർദ്ദേശങ്ങൾ കൃഷ്ണൻ നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. അതൊക്കെ നാളെ നമ്മൾ കാണും.